നമ്മുടെ നെക്സ്റ്റ് ഹെഡിങ് ചാപ്റ്റർ നമ്പർ 5 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, അപവർത്തനം അല്ലേ? പ്രകാശത്തിന്റെ അപവർത്തനം. റിഫ്രാക്ഷൻ ഓർ അപവർത്തനം. ആദ്യം ഞാൻ എന്നാന്ന് പറയാം. ലെറ്റ് കൺസിഡർ ടു മീഡിയ. ടു മീഡിയ എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്ന ഒരു മീഡിയം. അവിടുന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ വന്ന ലൈറ്റ്. ഓക്കെ, വന്നു എന്നറിയിക്കാൻ ഞാൻ എന്താ അതിനൊരു ഇൻസിഡന്റ് ആരോ കൊടുത്തു. ഇനി ഇത് നമ്മളുടെ എയർ ആണെന്നിരിക്കട്ടെ, താഴെ ഇരിക്കുന്നത് വാട്ടറാണ്. അപ്പം ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇതും ട്രാൻസ്പെറൻ്റ് ആണ്, ഇതും ട്രാൻസ്പെറൻ്റ് ആണ്. എയറിലെ പ്രകാശത്തിന്റെ സ്പീഡ് നമുക്കറിയാം, വാക്വത്തിലല്ലേ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പം പ്രകാശം ഒരു മീഡിയത്തിൽ നിന്നല്ല, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, ഇതല്ലേ ആ കടക്കുന്ന പോയിന്റ്, ഇവിടെ വന്ന് ഇടിച്ച പോയിന്റ്, സർഫസ് ഓഫ് കോണ്ടാക്ട് ഓർ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അവിടെ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും. അതിന്റെ മലയാളം നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ വരച്ചതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലംബം അല്ല നോർമൽ. ഒരു ലംബം വരച്ചിരിക്കുകയാണ്. അപ്പം ആ ലംബവുമായി ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടായിരിക്കുന്ന ആംഗിളിനെ നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ ഐ, ഇൻസിഡന്റ് ആംഗിൾ അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയും. ഒന്ന് പതിക്കുമല്ലേ, പതന കോൺ ഓർ ഇൻസിഡന്റ് ആംഗിൾ. അപ്പൊ ഈ വരുന്ന റേക്ക് എന്നാ പറയും? ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ, ഈ റേക്ക് എന്നാ വിളിക്കും? ഇൻസിഡന്റ് റേ ഓർ പതന കിരണം. അങ്ങനെ ആയിരിക്കും, പതന കിരണം എന്ന് വിളിക്കും. അപ്പൊ ഇത് ഇവിടെ വന്ന് ഈ ലംബവുമായി ഉണ്ടാകുന്ന പോയിന്റിൽ, ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഇടിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഓർഡർ പറഞ്ഞുതരാം. എയറിനേക്കാളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് വാട്ടറിന്. വാട്ടറിനേക്കാളും കൂടുതലാണ് ഗ്ലാസിന്. ഗ്ലാസിനേക്കാളും കൂടുതലാണ് ഡയമണ്ടിന്. ഓക്കെ, അപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ ആ റേ ഈ ലംബകത്തിനോടല്ലേ നോർമലിനോട് അടുക്കും. കണ്ടോ, ഇതിനോട് ചേർത്ത് വരച്ചുണ്ടോ? ഇതിനോടടുക്കും. ഇതിനോടല്ല, നമ്മൾ വരച്ച നോർമലിനോടടുക്കും. അപ്പൊ നോക്കിയേ, ശരിക്കും ഇതിലേ വന്ന എങ്ങനെയായിരുന്നു പോകണ്ടേ? ഇങ്ങനെ തന്നെ പോണായിരുന്നല്ലേ? പക്ഷെ എന്നാ പറ്റി? അതിവിടെ വന്നിട്ട് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പം ആ രണ്ട് മീഡിയം തമ്മിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ പാതയ്ക്കൊരു വ്യത്യാസം വരും. അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. പേജ് നമ്പർ 2nd പേജ് എടുത്തേ. അതിന്റെ 104 ഏറ്റവും താഴത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. എന്തിലുള്ള വ്യത്യാസം എന്നാ പറഞ്ഞിരിക്കണേ? മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് ദിശാവ്യതിയാനത്തിന് കാരണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി
അല്ലെ നമ്മൾ എന്നാ പറയണം? പ്രകാശ സാന്ദ്രത. അപ്പൊ പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ എന്നാ പറയണേ പാതയ്ക്കുണ്ടാകുന്ന വ്യത്യാസത്തിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പെൻസില് ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് ഇങ്ങനെ ഇട്ടുവാണെങ്കിൽ ആ പെൻസിൽ ഒടിഞ്ഞ പോലെ നമുക്ക് തോന്നും. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഈ പഠിപ്പിച്ചോ ക്ലാസ്സിൽ ഇത് ചാപ്റ്റർ? പഠിപ്പിച്ചില്ല, വെറുതെ വെള്ളത്തിലൊക്കെ ഇട്ട് നോക്കുമ്പോ കണ്ടിട്ടുണ്ട്. ആ, ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തോട്ടെ. അപ്പൊ ഗൂഗിൾ കാണത്തില്ലേ നിങ്ങൾക്ക്? ഗൂഗിൾ കാണത്തില്ലേ? റിഫ്രാക്ഷൻ കാണാം. എക്സാമ്പിൾ. ഇത് കണ്ടോ? നമ്മളിത് ഒരു സ്ട്രോ ആണെങ്കിൽ ആ സ്ട്രോയിൽ നിന്ന് കണ്ടോ ഇവിടെ വരെയും വന്നേച്ച് ആ സ്ട്രോ ഒടിഞ്ഞ പോലെ തോന്നും. ഒരു ഗ്ലാസ്സിൽ, അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദ്യം. ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഒരു സ്ട്രോ എടുത്തു വെച്ചപ്പോഴത്തേന് ആ സ്ട്രോ ഒരു ഒടിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നു. അതിന്റെ കാരണം എന്ത്? മനസ്സിലായോ? അതിന്റെ കാരണം എന്നാണ്? പ്രകാശം അന്തരീക്ഷത്തിൽ നിന്ന് പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു വസ്തുവിലേക്ക് കടന്നുപോയപ്പോൾ എന്ത് പറ്റി? ആ പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യത്യാസം സംഭവിച്ചു. അപ്പോഴെന്നാ പറ്റി? നമ്മള് പാതയ്ക്ക് വ്യത്യാസം ഉണ്ടായപ്പോൾ അത് വളഞ്ഞതായിട്ട് തോന്നി. ഇനി പറഞ്ഞത് പ്രകാശ സാന്ദ്രത കൂടിയതിലേക്കാണ് കിടക്കുന്നതെങ്കിൽ നോർമലിനോട് അടുക്കും. പ്രകാശ സാന്ദ്രത കുറഞ്ഞതിലാണെങ്കിൽ നോർമലിൽ നിന്ന് അകലും. പേജ് നമ്പർ തൊട്ട് മുമ്പത്തെ പേജിലോട്ട് തിരിച്ചു വന്നേ. അവിടെ കണ്ടോ ഒരു മനുഷ്യൻ അമ്പെയ്യാനിരിക്കുന്നത്? അമ്പെയ്യാൻ പുള്ളി ശരിക്കും അത് മീനിനെയാണ് എയ്യാൻ നോക്കിയത്, പക്ഷെ കൊണ്ടത് തവളക്കട്ട. അതിന്റെ കാര്യം കണ്ടോ ഈ ഫിഗറിൽ കിടക്കണത്? കാണിക്കാം, എന്നാലും ഒന്ന് വെയിറ്റ് ചെയ്യും. നെറ്റ് ഒരല്പം സ്ലോ ആയതുകൊണ്ട്. ഈ ഫിഗറില് ഇത് കണ്ടോ? ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് മീനെ കാണുന്ന പറഞ്ഞാൽ മീനിൽ നിന്നുള്ള റേ നമ്മുടെ കണ്ണിലേക്ക് വരിക അല്ലേ? അപ്പൊ ഇവിടെയാണ് നമ്മുടെ ലംബകം ഇരിക്കുന്നത്. അപ്പൊ ലംബകത്തിന് സാന്ദ്രത കുറഞ്ഞത് എയർ ആയതുകൊണ്ട് ഇവിടുന്ന് അകന്നു. അപ്പൊ ശരിക്കും നമുക്ക് അതിനെ നീട്ടി വരച്ച് എവിടെയുള്ളതായിട്ട് തോന്നും? ഇവിടെയുള്ളതായിട്ടായിരിക്കും നമുക്ക് തോന്നണം. പക്ഷേ അതിലും താഴെ ആയിരിക്കും മീൻ. ഇതുകൊണ്ടാണ് നമ്മൾ പറയണത് ചെരിഞ്ഞു നിന്ന് നമ്മൾ വെള്ളത്തിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഴം കുറവാന്ന് തോന്നും. പക്ഷെ അങ്ങനെയുള്ള വെള്ളത്തിലൊന്നും പോയി ഇറങ്ങിയേക്കരുത്, ആഴം കൂടുതലായിരിക്കും. അപ്പാരന്റ് ഡെപ്ത് എന്ന് പറയും. ശരിക്കുമുള്ള ആഴവും നമ്മൾക്ക് തോന്നുന്ന വ്യത്യാസപ്പെടുന്ന ആഴവും. നമ്മൾ മുങ്ങി ചത്തുപോകും. ഇതാണ് പലയിടത്തും സംഭവിക്കുന്ന കാര്യം. അതിന്റെ കാരണമാണ് ഈ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രകാശം നമ്മൾ ആദ്യം എയർ എടുത്തു, അവിടുന്ന് വാട്ടറിലേക്ക് കടന്നു പോവാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടിയതിലേക്കാണ് കടന്നു പോകുന്നതെങ്കിൽ നോർമലിനോട് അടുക്കും. ക്ലിയർ അല്ലേ? എന്നാ രണ്ടാമത്തെ കേസ്, പ്രകാശ സാന്ദ്രത കുറഞ്ഞെടുത്ത് നിന്ന് കൂടിയെടുത്തോട്ട് പോവാ. ഇതാണ് നമ്മുടെ ലംബകം. അല്ല, ഇത് കുറഞ്ഞെടുത്തുനിന്ന് കൂടുതലോട്ട്. അപ്പൊ ഇനി കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ടുള്ള വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വന്ന് വീണ്. ഓക്കെ, ഇനി ഇത് വാട്ടർ ആണെന്നിരിക്കട്ടെ. ഇത് വാട്ടർ,
ഇത് എയർ. ഇതിൽ ഏതിനാണ് പ്രകാശ സാന്ദ്രത കൂടുതൽ? വാട്ടറിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രത കൂടുതൽ. ആർക്കാണ്? വാട്ടറിന്. അപ്പൊ കൂടുതലിൽ നിന്ന് കുറവിലേക്ക് പോയാൽ നോർമലിൽ നിന്ന് അടുക്കുവോ അകലുവോ? കൂടുതലിൽ നിന്ന് കുറവിലേക്ക് പോയാൽ നോർമലിൽ നിന്ന് അടുക്കുവോ അകലുവോ? അകലും. ശരിയാണ്, നോർമലിൽ നിന്ന് അകലും അല്ലേ? മുമ്പത്തെ ഓപ്പോസിറ്റ് ആയി. അപ്പൊ ആംഗിൾ വലുതായി. ഇവിടെ ഇതായിരുന്നു നമ്മളുടെ ഐ. ഇവിടെ റിഫ്രാക്ഷൻ ആംഗിൾ ഉണ്ടോ? ഇത്രയും വലുതായി. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കേസിൽ ഇവിടെ എങ്ങനെ എഴുതാം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആയിരുന്നു. ഇവിടെയോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. പതന കോൺ അപവർത്തന കോണിനേക്കാൾ ചെറുതാണ് ഇവിടെ. ഓക്കെ, പതനരശ്മി, ലംബകം, പതനകോൺ, അപവർത്തന കോൺ. പ്രതിഫലനമല്ല, പ്രതിഫലനാണ് ഇടിച്ചു തിരിച്ചു വന്നേനെ കഴിഞ്ഞ ചാപ്റ്റർ. അപവർത്തനം. അപവർത്തന കോൺ പതനകോണിനേക്കാൾ കൂടുതലാണ്. എപ്പോൾ? സാന്ദ്രത കൂടിയതിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞതിലേക്ക് പോകും. മൂന്നാമത് ഒരു കേസോടെ ഉണ്ട്, തേർഡ് കേസ്. നേരെ വന്ന് വീണാൽ, ഇപ്പൊ രണ്ട് മീഡിയാണ്, മുമ്പത്തെ പോലെ തന്നെ ഏതെങ്കിലും ആണെന്നിരിക്കട്ടെ. മുകളിലത്തതിനെ നമ്മൾ എയർ എന്നും താഴത്തതിനെ നമ്മൾ വാട്ടർ എന്നും കൊടുത്തു. പക്ഷേ ഈ ലൈറ്റ് റേ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വന്ന് വീണേ. ഇപ്പൊ രണ്ടത്തെ കേസ് പോലെ ചെരിവൊന്നുമില്ല. നേരെ വീണാൽ എന്നാ പറ്റും? അതിന്റെ ആംഗിളിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. ഇതാണ് മൂന്ന് കേസുകൾ. ഒന്നെന്നാണ്? പ്രകാശം അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞെടുത്തുനിന്ന് കൂടിയെടുത്തോട്ട് പോയാൽ നോർമലിനോട് അടുക്കും, കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തോട്ട് പോയാൽ നോർമലിൽ നിന്ന് അകലും. ഇനി 90 ഡിഗ്രി അല്ലെ നോർമലായിട്ടാണ് നമ്മളുടെ ലംബമായിട്ട് പതിക്കുകയാണെങ്കിൽ ആ ആംഗിളിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല, അവിടെ അപവർത്തനം സംഭവിക്കില്ല. മൂന്ന് കേസ് മനസ്സിലായോ? ഇവിടെ ഇവൻ ശരിക്കും ഇതിലേ പോകേണ്ടതായിരുന്നു, അവിടുന്ന് വരയ്ക്കുമ്പോൾ നോക്കുമ്പോൾ. പക്ഷെ എന്നാ പറ്റി? ഇവിടുന്ന് ഡീവിയേഷൻ നടന്ന് ഈ പാത്തിലൂടെ പോയി. ഇവിടെ ഇങ്ങനെ തന്നെ വന്നു, അങ്ങനെ തന്നെ പോയി. ഇവിടെ ഇതിലേ വന്ന് ഇങ്ങോട്ട് പോകേണ്ടതായിരുന്നു, പക്ഷെ ഡീവിയേഷൻ സംഭവിച്ച് ഈ പാത്തിലൂടെ പോയി. ഈ പ്രതിഭാസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപവർത്തനം ഓർ റിഫ്രാക്ഷൻ. സോ രണ്ട് രീതിയിൽ ഞാൻ ഡെഫിനിഷൻ പറയാം. റിഫ്രാക്ഷൻ ഈസ് ദ ബെൻഡിങ് ഓഫ് ദ light when it passes from one medium to another with a different optical density. പ്രകാശ സാന്ദ്രത വ്യത്യാസമുള്ള ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് ഒരു വ്യത്യാസമുണ്ടാകും. ഇതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെ പ്രകാശ സാന്ദ്രത ഓരോ വസ്തുവിനെയും ആശ്രയിച്ചിരിക്കും. ഏറ്റവും കുറവ് എയറിനാണ്, അതിൽ കൂടുതൽ വാട്ടറിനാണ്, അതിൽ കൂടുതൽ ഗ്ലാസിനാണ്, അതിൽ കൂടുതൽ ഡയമണ്ടിനാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറയും. അതടുത്ത് ഓർക്കണം. അപ്പൊ ഏറ്റവും സ്പീഡിൽ പോകാൻ പറ്റുന്ന ഏതിലായിരിക്കും? എയറിലായിരിക്കും. താഴത്തോട്ട് വരുമ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരും. കണ്ടോ? കൂടുന്നു. ഏറ്റവും കൂടുതൽ സ്പീഡ് എയറിലാണ്. എയറിലെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. രണ്ടാമത് വാട്ടറിലാണ് 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. മൂന്നാമത് ഗ്ലാസ്സിലാണ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്.
അതിലും കുറവാണ് ഡയമണ്ടിൽ വെറും 1.25 ഇൻറ്റു 10⁸ മീറ്റർ/സെക്കൻഡ്. ഇതറിഞ്ഞാലേ നോർമലിൽ നിന്ന് അടുക്കണോ അകലണോ എന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. കൂടിയതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുക്കും, കുറഞ്ഞതിലേക്ക് വന്നു കഴിഞ്ഞാൽ അകലും. നോർമലായിട്ട് വീണാൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം മനസ്സിലായോ? എഴുതിയെടുക്കാവോ? അതായത് പേജ് നമ്പർ 106 ഫിഗറുകൾ അവിടെ നോക്കിയൊന്നും അല്ല വരയ്ക്കേണ്ടത്, ഞാൻ പറഞ്ഞു തരാം. പല ഡിഫറെന്റ് ഫിഗറാണ്, അതേ നോക്കണ്ട, ഞാൻ അതിൽ നിന്നൊക്കെ മാറ്റി വരയ്ക്കും ചിലപ്പോൾ. ഇതാണ് ആദ്യത്തെ ഫിഗർ, ഇത് രണ്ടാമത്തെ ഫിഗർ. എത്ര എണ്ണം വരയ്ക്കണം? 6 എണ്ണം വരയ്ക്കട്ടെ. ഇത് മൂന്നാമത്തെ ഫിഗർ, 5 എണ്ണം മതി. ഇത് നാലാമത്തെ ഫിഗർ, അല്ല 6 എണ്ണം വരച്ചേക്കാം. ഇത് അഞ്ചാമത്തെ ഫിഗർ. എല്ലാം നോർമലേ വരച്ചുള്ളൂ കേട്ടോ, ഇനി ബാക്കി വരയ്ക്കാൻ കിടക്കുന്ന. ഇത് ആറാമത്തെ ഫിഗർ. അങ്ങനെയെങ്കിൽ ഇനി ഓരോ മീഡിയവും തരുക. ഇത് എയർ, എയറിൽ നിന്ന് ഇത് വാട്ടർ, ഇവിടെ ഇത് വാട്ടർ, ഇത് എയർ. ഇവിടെ ഇത് ഗ്ലാസ്, ഇത് എയർ. ഇവിടെ ഇത് ഗ്ലാസ്, ഇത് വാട്ടർ. ഇവിടെ ഇത് എയർ, ഇത് ഡയമണ്ട്. ഇത് ഡയമണ്ട്, ഇത് എയർ. എങ്ങനെയെങ്കിൽ ഞാൻ ഓരോ റേ വരച്ചിടുക. മനസ്സിലായോ? എവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഞാൻ വരയ്ക്കും. അതനുസരിച്ച് തിരിച്ച് റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞ് അകലുവോ അടുക്കുവോ എന്നുള്ളതൊക്കെ താങ്കൾ തന്നെ പൂരിപ്പിക്കണം. ഇവിടെ ഒരെണ്ണം വരച്ച്, ഇവിടെ ഒരെണ്ണം വരച്ച്, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരച്ച്, ഇങ്ങോട്ടോ ഏതോ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരച്ചോണം കേട്ടോ. ഇവിടെ ഞാൻ മുകളിൽ താഴത്തോട്ട് വരച്ച്, ഇവിടെ ഞാൻ ഇതേ ലൈനെ താഴെ നിന്ന് മുകളിലോട്ട് വരച്ച്, ഇവിടെ ഞാൻ എയറിൽ നിന്ന് ഡയമണ്ടിലോട്ട് വരച്ചു. ഇവിടുന്ന് വാട്ടറിൽ നിന്ന് എയറിലോട്ടാണ് പോകുന്നത്. ഇവിടെ വാട്ടറിൽ നിന്ന് എയറിലോട്ട് തന്നെയാണ് പോണത്. ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ടാണ് പോണത്. ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കാണ് പോണത്. ഇവിടെ ഡയമണ്ടിൽ നിന്ന് എയറിലോട്ടാണ്, പക്ഷെ നോർമലാണ്. ഇവിടെ എയറിൽ നിന്ന് ഡയമണ്ടിലോട്ടാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഇപ്പൊ ഇത് ഐ ആണല്ലോ, ശരിയല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് 10 ആവും. ഇവിടെ നോർമൽ ആയിട്ടുള്ള ഇതുള്ള ഐ. ഇവിടെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെയെങ്കിൽ ഓരോന്നിന്റെയും ബാക്കി ഫിഗർ വരച്ചിട്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് പറഞ്ഞ് മീഡിയം നോക്കണം. എയറിലോട്ടാകുമ്പം വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോൾ അടുക്കുവോ അകലുവോ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പ്രകാശ സാന്ദ്രത അനുസരിച്ച് പ്രകാശ സാന്ദ്രത കൂടിയതിലേക്കാണ് അടുക്കും, പ്രകാശ സാന്ദ്രത കുറഞ്ഞതിലേക്കാണ് അകലും. അതനുസരിച്ച് എല്ലാ ഫിഗറും പൂർത്തിയാക്കുകയും. ആദ്യത്തത് വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പം നോർമലിനോട് അടുക്കുമോ അകലുമോ? ഈശ്വര, വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുമ്പോഴോ? ഇവിടെ ഏതാണോ പ്രകാശ സാന്ദ്രത കൂടുതല്? ഞാൻ തലതിരിച്ച ഇവിടെ ചോദിച്ചു. കൂടുതൽ ആർക്കാ? കൂടുതൽ ആർക്കാ? എയറിന് അല്ലടോ, എയറിനേക്കാളും കൂടുതലാണ് വാട്ടറിന്, വാട്ടറിനേക്കാളും കൂടുതലാണ് ഗ്ലാസിന്, ഗ്ലാസിനേക്കാൾ കൂടുതലാണ് ഡയമണ്ടിന്. ഓർഡർ ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ. എങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോയി കഴിഞ്ഞാൽ എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണല്ലോ.
ആ അപ്പൊ നോർമലി തന്നെ ചെയ്യും അകലണം. അകലും. അപ്പൊ ഇത് ഇങ്ങനെ അകന്നു പോകും. R ഇത്രയും വലുതാവും. അപ്പൊ ഇവിടെ എന്നാ പറ്റും? ആംഗിൾ ഓഫ് R ആയിരിക്കും ആംഗിൾ ഓഫ് ഐനേക്കാളും വലുത്. എല്ലാം അങ്ങനെ തലതിരിച്ച് തെറ്റിച്ചാണ് എല്ലാം വരച്ചേക്കുന്നത്. എന്നാ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം. രണ്ടാമത്തതില് വാട്ടറിന് എയറിലേക്കാ വന്നെ. അപ്പൊ എയറിനാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത കുറവ്. അപ്പം അകലും. രണ്ടും ഒരു പടാ, ഞാൻ തലതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചതേ ഉള്ളൂ. ഇവിടെ ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അകലുന്നതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്നാ ചെയ്തത് നോക്കണ്ട. ഇത് പറഞ്ഞേ, ഗ്ലാസ് എയറും. ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട് വന്ന അടുക്കുവോ അകലുവോ? അകലും. വെരി ഗുഡ്. എയറിന് പ്രകാശ സാന്ദ്രത അല്ലെ ഡെൻസിറ്റി കുറവാണ്, അപ്പം അകലും. ഇവിടെയും ആംഗിൾ ഓഫ് R ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് I. ഇനി ഇവിടുത്തെ പറഞ്ഞേ, ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക്. വെരി ഗുഡ്. അകന്നു പോകും. അവിടെ എന്താണ്? പ്രകാശ സാന്ദ്രത ഗ്ലാസിനാണ് കൂടുതൽ, വാട്ടറിനാണ് കുറവ്. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെയോ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. നേരെ വന്ന് വീണ എന്നാ പറ്റും? ലംബമായിട്ടല്ലേ, നേരെ തന്നെ മുകളിലേക്ക് പോകും. വെരി ഗുഡ്. ഇവിടെ എയറിൽ നിന്ന് ഡയമണ്ടിലോട്ടാണെങ്കിൽ നോർമൽ നോഡ് അടുക്കും. ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? വളരെ കൃത്യമായിട്ട്. ഇത് R, ഇവിടെ I ആണ് വലുത്. ആംഗിൾ ഓഫ് R ചെറുതാണ് ആംഗിൾ ഓഫ് ഐനേക്കാളും. എന്നാൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തേ.